ഇതിൽ ഷഫീദ്, ഈ കൽപേഷ് എന്നൊരു വ്യക്തി, അങ്ങനെ ഒരു വ്യക്തി ഉണ്ടോ എന്നത് അറിയില്ല. ആ വ്യക്തിയിലേക്ക് എത്താൻ SITക്ക് കഴിഞ്ഞിട്ടുണ്ടോ? എന്തെങ്കിലും ഒരു നിഗമനം, എന്തെങ്കിലും ഒരു സൂചന ഇയാളെക്കുറിച്ച് SITക്ക് കിട്ടിയിട്ടുണ്ടോ? അങ്ങനെ ഒരാൾ ഉണ്ടോ എന്നതിൽ എങ്കിലും വ്യക്തതയുണ്ടോ? രണ്ടു പേരുകൾ, അതായത് അവ്യക്തമായ രണ്ടു പേരുകളെ കേന്ദ്രീകരിച്ചായിരുന്നു ദേവസ്വം വിജിലൻസിന്റെയും അതേപോലെ ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയ ഇടപാടുകളെക്കുറിച്ച് SIT അന്വേഷണം നടത്തിയപ്പോഴും അവർ കണ്ടെത്തിയ അല്ലെങ്കിൽ അവർക്ക് വിവരം കിട്ടിയ രണ്ടു പേരുകൾ. അതിൽ ഒന്നാമത്തേത് നാഗേഷാണ്. അതായത് സ്വർണ്ണപ്പാളി ബാംഗ്ലൂരിൽ നിന്നും അനന്തസുബ്രഹ്മണ്യം കൊണ്ടുപോയി നാഗേഷിനെ ഏൽപ്പിച്ചു. 39 ദിവസം നാഗേഷ് അവിടെ സൂക്ഷിച്ചു. ശേഷം സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് സ്വർണ്ണപ്പാളി എന്ന പേരിൽ ഒരു പാളി എത്തിച്ചതും നാഗേഷാണ് എന്ന് ഇപ്പോൾ അന്വേഷണ സംഘം SIT സംഘവും സ്ഥിരീകരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നാഗേഷിനെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം. അതിനായി കർണാടക പോലീസിൽ നിന്നടക്കം വിവരങ്ങൾ തേടിയതായി സൂചനകൾ പുറത്തു വരുന്നുണ്ട്. രണ്ടാം പേരുകാരനാണ് കൽപേഷ് എന്നുള്ളയാൾ. കൽപേഷിനെ കുറിച്ച് ദേവസ്വം വിജിലൻസിനും SITക്കും ഇതുവരെ കിട്ടിയ വിവരമനുസരിച്ച് കൽപേഷ് ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞത് പ്രകാരം ഈ ഉരുക്കിയ സ്വർണം വാങ്ങിയ ആളാണ്, അല്ലെങ്കിൽ ഉരുക്കിയ സ്വർണം കൽപേഷിന്റെ പക്കൽ കൊടുത്തുവിട്ടു എന്നൊക്കെയുള്ള മൊഴികൾ, അതിൽ ക്ലാരിറ്റി ഇഷ്യൂ ഉണ്ട്. അങ്ങനെയുള്ള കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ കൽപേഷിനെ കുറിച്ച് കാര്യമായ വിവരങ്ങൾ ഇതുവരെയും SITക്ക് കിട്ടിയിട്ടില്ല എന്ന തരത്തിലേക്കുള്ള സൂചനകൾ. ആദ്യം തന്നെ പറയട്ടെ അനുജ, ഇക്കാര്യത്തിൽ SIT ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ SIT സംഘത്തിൽപ്പെട്ട അന്വേഷണ ഉദ്യോഗസ്ഥർ ഒരു വിവരവും നമ്മളോട് പങ്കുവെക്കില്ല. അവർ നമ്മളിപ്പോൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ തന്നെ ഒഴിഞ്ഞു മാറുന്ന സാഹചര്യത്തിലാണ്. വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ മാത്രമാണ് പുറത്തേക്ക് വരുന്നത്. ഹൈക്കോടതി നിർദ്ദേശമുള്ളതിനാൽ തന്നെ സീക്രട്ട് സ്വഭാവത്തിലാണ് ഈ കേസിന്റെ അന്വേഷണം നടക്കുന്നതും. അപ്പോൾ ആ രീതിയിൽ നമുക്ക് കാര്യമായ വിവരങ്ങളില്ല. മാത്രവുമല്ല, നമ്മളിപ്പോൾ പറയുന്ന കാര്യത്തിൽ നിന്ന് സ്വാഭാവികമായും ഒരു പടി മുന്നിലാണ് അന്വേഷണ സംഘം എന്നുള്ള കാര്യത്തിലും തർക്കമില്ല. എന്തായാലും കൽപേഷിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ, നമ്മൾ അവസാനമായി ചിലരോട് സംസാരിക്കുമ്പോൾ കാര്യമായ വിവരങ്ങൾ അവർക്കുണ്ടായിരുന്നില്ല. മാത്രവുമല്ല, കൽപേഷ് എന്ന പേരും അല്ലെങ്കിൽ കൽപേഷ് എന്ന ആളുണ്ടെങ്കിൽ അയാളുടെ പിന്നിൽ ഒരു ഉന്നതനുണ്ട് എന്നുള്ള സംശയം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ തൊട്ടും തൊടാതെയുമുള്ള മൊഴികളിൽ നിന്ന് അന്വേഷണ സംഘം മനസ്സിലാക്കിയിരുന്നു. അപ്പോൾ കൽപേഷിനെ കുറിച്ചും അന്വേഷണം നടക്കുന്നുണ്ട്. പക്ഷേ ഏതെങ്കിലും തരത്തിലുള്ള വ്യക്തത അക്കാര്യത്തിൽ ഉള്ളതായി അറിയില്ല. നിലവിൽ ഇപ്പോൾ അന്വേഷണ സംഘം പ്രധാനമായും അന്വേഷിക്കുന്നത് ഈ ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയ സ്വർണ്ണപ്പാളി ഉരുക്കിയത് എവിടെ? അത് സ്മാർട്ട് ക്രിയേഷൻസിലാണോ അതല്ല ഹൈദരാബാദിലാണോ? ഹൈദരാബാദിൽ ഉരുക്കിയെങ്കിൽ ആ ഉരുക്കലിന് പിന്നിൽ ആരൊക്കെയാണ്? ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഒറ്റയ്ക്ക് നിന്ന കാര്യം ചെയ്യാൻ കഴിയില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഈ ഗോൾഡ് വർക്കൊക്കെ ചെയ്യുന്ന ഒരു വലിയ സംഘത്തിന്റെ സഹായം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കിട്ടിയിട്ടുണ്ടോ എന്നുള്ള സംശയമുണ്ട്. ആ സംശയം സ്മാർട്ട് ക്രിയേഷൻസിന് കേന്ദ്രീകരിച്ചും എത്തി നിൽക്കുന്നുണ്ട്. സ്മാർട്ട് ക്രിയേഷൻ CEO പങ്കജ് ഭണ്ഡാരി അടക്കമുള്ളവർക്ക് ഇക്കാര്യത്തിൽ എന്ത് തരം റോളാണ് ഉള്ളത്? മാത്രവുമല്ല, ഈ സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് എത്തിച്ചത് ചെമ്പുപാളിയാണെന്നും തങ്ങൾ സ്വർണ്ണപ്പാളികളിൽ അത്തരം വർക്കുകൾ ചെയ്യില്ല എന്നുള്ളതുമായിരുന്നു ഈ സ്മാർട്ട് ക്രിയേഷൻ CEO പങ്കജ് ഭണ്ഡാരിയുടെ ആദ്യത്തെ പ്രതികരണമൊക്കെ. എന്നാൽ അതിനുശേഷം പിന്നീട് അവരുടെ മൊഴികളിൽ മാറ്റം വന്നു. അപ്പോൾ അടിമുടി സ്മാർട്ട് ക്രിയേഷൻസ് കേന്ദ്രീകരിച്ചും ദുരൂഹത സംശയിക്കുന്നുണ്ട്. അങ്ങനെ പലവിധ സംശയങ്ങളുണ്ട്. എന്തായാലും ഈ അന്വേഷണത്തിനൊടുവിൽ ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയ സ്വർണ്ണപ്പാളി എന്ത് ചെയ്തു, ആർക്കൊക്കെ വിറ്റു, അതല്ലെങ്കിൽ ഏത് തരത്തിലാണ് ഇത് പ്രോസസ്സ് ചെയ്തത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ കണ്ടെത്തണം. അതിനു വേണ്ടിയിട്ടുള്ള നിർണായക രേഖാ പരിശോധന നൽകുന്നില്ല എന്നതാണല്ലോ നമുക്ക് ലഭിച്ച വിവരം ഷഫീദ്. അപ്പോൾ ഈ ചോദ്യം ചെയ്യലിനിടെ ഇയാൾ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ആകുമോ വസതിയിലെ പരിശോധന? ചില രേഖകളൊക്കെ ഒരുപക്ഷെ ഇതുമായി ബന്ധപ്പെട്ട് അവിടെ ഉണ്ടാകാം എന്ന സൂചന കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാകുമോ വസതിയിലെ പരിശോധന? നമുക്ക് നിലവിൽ ലഭിക്കുന്ന വിവരം അനുസരിച്ച് അനുജ 3 കാര്യങ്ങളിലാണ് കിളിമാനൂരിലെ വീട്ടിൽ പരിശോധന നടത്തുന്നത്. ഒന്നാമത്തെ കാര്യം, ഉണ്ണികൃഷ്ണൻ പോറ്റി ഇപ്പോൾ ചോദ്യം ചെയ്യൽ അന്വേഷണ സംഘത്തോട് പറഞ്ഞ കാര്യങ്ങളുടെ രേഖകളടക്കം വീട്ടിലുണ്ടോ എന്നുള്ള കാര്യം പരിശോധിക്കണം. അതൊരു പക്ഷേ ശബരിമല സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ലഭിച്ചിട്ടുള്ള കാര്യങ്ങൾ, അതല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മൊബൈൽ ഫോൺ, അദ്ദേഹത്തിൻ്റെ ഇമെയിൽ, അദ്ദേഹത്തിൻ്റെ ലാപ്ടോപ്പ് അടക്കമുള്ള കാര്യങ്ങളിലെ ഇമെയിൽ പരിശോധന അടക്കമുള്ള കാര്യങ്ങൾ, ഇതൊക്കെ സാധ്യതകളാണ്. അത് ചെക്ക് ചെയ്യണമെന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തേത്, ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയ യാത്രാ വിവരങ്ങളുടെ രേഖകൾ, അതൊരു പക്ഷേ അദ്ദേഹത്തിൻ്റെ പാസ്പോർട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കണം. അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ പാസ്പോർട്ട് ഇഫ് നീഡഡ് അത് പരിശോധിക്കണം. മൂന്നാമത്തേതാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ആസ്തി വിവരങ്ങൾ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളും പരിശോധിക്കണം. കാരണം ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയ സ്വർണ്ണപ്പാളി ഉരുക്കി വിറ്റിയതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സാമ്പത്തിക നേട്ടം ഉണ്ടാക്കിയെന്ന് ദേവസ്വം വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ട്. SIT കഴിഞ്ഞ ദിവസം റാന്നി കോടതിയിൽ കൊടുത്ത റിമാൻഡ് റിപ്പോർട്ടിലും കസ്റ്റഡി റിപ്പോർട്ടിലും അടക്കം പറയുന്ന കാര്യം, ഉണ്ണികൃഷ്ണൻ പോറ്റി ദേവസ്വം ബോർഡിനോട് വിശ്വാസവഞ്ചന കാണിച്ച് ആസൂത്രിതമായി ഗൂഢാലോചന നടത്തി ശബരിമലയിൽ നിന്ന് സ്വർണ്ണപ്പാളി എന്ന് ആണെന്നുള്ള ധാരണയോടുകൂടി ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെ സന്നിധാനത്ത് നിന്ന് പുറത്തേക്ക് കൊണ്ടുവരികയും സംസ്ഥാനത്തിന് പുറത്തേക്ക് കടത്തുകയും അവിടെ വെച്ച് ആ സ്വർണ്ണപ്പാളികളിൽ നിന്ന്, അതായത് ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളിയിൽ നിന്നും ശ്രീകോവിലെ കട്ടിളപ്പടിയിലെ പാളിയിൽ നിന്നും 2 കിലോ സ്വർണ്ണം വിവരങ്ങളാണ് SIT ശേഖരിക്കുന്നത്. അതിന്റെ ഭാഗമായി ഒരു ഭാഗത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ചോദ്യം ചെയ്യൽ തുടരുന്നു, മറ്റൊരു ഭാഗത്ത് അദ്ദേഹത്തിന്റെ വസതിയിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നേതൃത്വത്തിൽ പരിശോധന. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.